ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജനുവരി മാസഫലം തുലാക്കുറുകാർക്കും തുലാ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ വിടുന്നവർക്ക് ജനുവരി മാസം എങ്ങനെയാകും. ആദ്യം നമുക്ക് ഈ തുലാക്കുറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ജനുവരി മാസത്തിലെ ഗ്രഹഗോചര സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ 5-ൽ സഞ്ചരിക്കുന്നു 27 വരെ. 28-ന് ആ ശുക്രൻ 6-ലേക്ക് രാശി മാറുന്നു. സൂര്യനാണെങ്കിൽ 13 വരെ 3-ാം ഭാവരാശിയിലും അതിനുശേഷം 4-ാം ഭാവരാശിയിലേക്കും സൂര്യൻ രാശി മാറുന്നു. ചൊവ്വാഗ്രഹം 20 വരെ കർമ്മസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്നു. 21-ന് ആ ചൊവ്വാഗ്രഹം 9-ലേക്ക് രാശി മാറുന്നു. ബുധനാണെങ്കിൽ 4-ന് 3-ാം ഭാവരാശിയിലേക്കും 24-ന് 4-ാം ഭാവരാശിയിലേക്കും രാശി മാറുന്നു. ഗുരു ആണെങ്കിൽ അഷ്ടമത്തിൽ വക്രത്തിൽ സ്ഥിതി തുടരുന്നു. ശനി 5-ൽ സ്ഥിതി തുടരുന്നു. രാഹു 6-ലും കേതു 12-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് തുലാക്കുറുകാരുടെയും ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എന്ന് നോക്കുക. വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത മാസമായിരിക്കും. അതേസമയം മാനസികമായിട്ട് ചിലപ്പോൾ സ്ട്രെസ്, സ്ട്രെയിനൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വരുന്നവർ അത് ഒഴിവാക്കാൻ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ വക്രത്തിൽ നിൽക്കുന്ന സമയമാണ്. 6-ലാണെങ്കിൽ രാഹു ഉണ്ട്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ ശ്രദ്ധ കൊടുക്കുന്നതിനും ടൈമിലി ആയിട്ടുള്ള ആ പ്രിവൻറ്റീവ് കെയറിലൂടെ അവ പരിഹരിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. അപ്പോൾ അതുപോലെ തന്നെ 20 വരെ ജന്മരാശിയിൽ നിൽക്കുന്ന ആ വക്രത്തിൽ ജന്മരാശിയിൽ വക്ര കുജൻ്റെ ആ കുജൻ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് കർമ്മസ്ഥാനത്ത്. അവിടെ നിന്നുകൊണ്ട് 20 വരെ ജന്മരാശിയിലേക്ക് ആ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലൊക്കെ വരുമ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി, പൊള്ളൽ ഇവയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒരു കെയർ വേണം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ, ഇലക്ട്രിക്കൽ പണി ചെയ്യുന്നവർ, അതുപോലെ ഡ്രൈവിങ്, ഇവയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. ഇനി തൊഴിൽ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മസ്ഥാനത്ത് കുജൻ നീചരാശിയിലാണ്. നീചരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ 14 മുതൽ സൂര്യനും 24 മുതൽ ബുധനും ഈ കർമ്മസ്ഥാനത്തൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 വാരമൊക്കെ തൊഴിലിൽ ചെറിയ വെല്ലുവിളികൾ അല്ലെങ്കിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും അവയൊക്കെ ക്രമേണ മാറും. ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയാം. അവസാനത്തെ 2 വാരം തൊഴിലിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സ്ഥാനക്കയറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ശനിയും അതുപോലെ ശുക്രനും ഒക്കെ 5-ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. 6-ൽ രാഹു ഉണ്ട്. അപ്പോൾ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലും ടെസ്റ്റിലോ ഇൻ്റർവ്യൂവിലോ ഒക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമാണ്. ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകും. തൊഴിൽ ലഭിക്കുന്നതിനും പ്രത്യേകിച്ച് അവസാനത്തെ 2 വാരമൊക്കെ അതിനനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ 6-ാം ഭാവാധിപനായിട്ടുള്ള വേഴഗ്രഹം പ്രത്യേകിച്ച് 12-ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് നമുക്ക് വിദേശത്ത് തൊഴിൽ കിട്ടുന്നതിന് ഉള്ള തടസ്സങ്ങളൊക്കെ ക്രമേണ മാറും. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ്സുകാർക്ക് 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു മുന്നേറ്റം ബിസിനസ്സിൽ ഉണ്ടാകണമെന്നില്ല. എങ്കിലും ബിസിനസ്സിലെ മാന്ദ്യം അത് മാറുന്നതിനും ബിസിനസ് കാര്യക്ഷമമാക്കുന്നതിനുമൊക്കെയുള്ള പ്ലാന്
അതിനു വേണ്ടുന്ന തന്ത്രങ്ങൾ അവയ്ക്കൊക്കെ രൂപം നൽകുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ്സിൽ പുത്തൻ കരാറുകൾ കിട്ടുന്നതിന് ഉള്ള തടസ്സങ്ങൾ മാറ്റുന്നതിനും ശ്രമം ഉണ്ടാകും. ബിസിനസ് എക്സ്പാൻഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ ശനിയുടെയൊക്കെ ദൃഷ്ടി 7-ലുള്ള സമയമായതുകൊണ്ട് ഒരു കെയർ വേണം. അതുപോലെ വിദേശ വിപണനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ 5-ാം ഭാവാധിപനായിട്ടുള്ള ശനി ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രനും 5-ലുള്ള സമയമാണ്. അത് പഠനം പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. അപ്പം ശുക്രൻ്റെയൊക്കെ സ്ഥിതി 5-ലായതുകൊണ്ട് നമുക്ക് ഈ അതർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആക്ടിവിറ്റീസ് അവരുടെ പഠനത്തെ ബാധിക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 5-ാം ഭാവം എന്ന് പറയുന്നത് അവിടെ നമുക്ക് ചിന്തകളുടെ സ്ഥാനമാണ്. അവിടെ ശുക്രൻ്റെയൊക്കെ ഒരു സ്ഥിതി വരുമ്പോൾ നമുക്ക് ചെറിയ പ്രണയബന്ധവും മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അതൊക്കെ ചിലപ്പോൾ പഠനത്തെ ബാധിക്കും. അതിലൊക്കെ ഒരു കെയർ വേണം. മാത്രമല്ല നമുക്കെല്ലാം അറിയാം എന്നുള്ളൊരു തോന്നൽ അമിതമായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടാക്കും. അങ്ങനെ ഈ ഓവർ കോൺഫിഡൻസ് വരുമ്പോൾ നമ്മളത് പഠനത്തിൽ ഒരു ശ്രദ്ധ കുറയാൻ അത് വഴിതെളിക്കും. അപ്പോൾ അവയിലൊക്കെ നമ്മൾ കെയർ കൊടുക്കണം. സൂര്യനും ബുധനും ഒക്കെ യോഗം ചെയ്യുന്നുണ്ട് 3-4 രാശികളിൽ. അതൊക്കെ മൈൻഡൊക്കെ ഷാർപ്പാകുന്നതിനും നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രസീവ് ആവുന്നതിനും എഴുത്ത് വായന വീലൊക്കെ താല്പര്യം കൂടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. പൊതുവെ പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. ഇനി ധനപരമായിട്ട് വെച്ച് നോക്കുമ്പോൾ 2-ാം ഭാവാധിപൻ ആയിട്ടുള്ള ചൊവ്വ 10-ാം ഭാവരാശിയിൽ നീചരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് സമ്പാദ്യത്തിലൊക്കെ ഒരു കെയർ വേണം. 11-ാം ഭാവാധിപൻ 3-4 രാശികളിലൊക്കെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ധനാഗമമൊക്കെ ഉണ്ടാകും. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ നമുക്ക് ഭൂമി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ ഒക്കെ ധനാഗമം ഉണ്ടാക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക്, അസ്ട്രോളജി പോലെയുള്ള എന്തെങ്കിലുമൊക്കെ അഭ്യസിക്കുന്നവർക്കൊക്കെ തന്നെ അവർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് സാധ്യത കാണുന്നു. പൊതുവെ വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള മാസമാണ്. ഇനി വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആലോചന സ്മൂത്ത് ആകണമെന്നില്ല. കാരണം 7-ൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്. 7-ാം ഭാവാധിപനാണെങ്കിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് ചിലപ്പോൾ വിവാഹ നിശ്ചയം നീണ്ടുപോകുന്നതിനോ വിവാഹ നിശ്ചയത്തിന് എന്തെങ്കിലും തടസ്സമോ കാലതാമസമോ ഒക്കെ ഉണ്ടാക്കുന്നതിന് അത് പ്രേരിപ്പിച്ചു വരാം. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപനായിട്ടുള്ള ശനിയുടെ കൂടെ ആ ശുക്രനൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് പ്രണയബന്ധമൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ നിലവിലുള്ള പ്രണയബന്ധമൊക്കെ സ്മൂത്താകും. എങ്കിലും 20 വരെ ആ 5-ൽ കുജൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ കമിതാക്കൾക്കിടയിൽ ചെറിയ ടെൻഷൻ, ചെറിയ തർക്കങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായെന്ന് വരാം. അവിടെയും ശ്രദ്ധിക്കണം. ദാമ്പത്യ ബന്ധത്തിൽ പൊതുവെ കെയർ വേണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായിട്ട് സംസാരിച്ച് തർക്കങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിയൊക്കെ ഒഴിവാക്കണം. ജീവിത പങ്കാളിക്ക് തൊഴിലിടത്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. കുടുംബജീവിതമൊക്കെ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് 4-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുന്ന സമയമാണ്. അത് ഗുണം ചെയ്യും. അതുപോലെ 2-ാം ഭാവാധിപൻ നീചരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ പൊതുവെ ഗുണകരമാണ്. അതുപോലെ തന്നെ നമ്മൾ അതുപോലെ വീട് നവീകരിക്കുന്നതിനോ അല്ലെങ്കിൽ വീട് വാങ്ങുന്നതിനോ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ പൊതുവെ നമ്മൾ ഒരു കുടുംബപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും 4-ലൊക്കെ ആ കുജൻ്റെ ദൃഷ്ടിയുണ്ട്. അത് ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സീസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അവിടെയൊക്കെ ഒന്ന് കെയർ കൊടുത്തു പോകണം. എങ്കിലും ഗുരുവിൻ്റെയൊക്കെ ആ ഒരു ദൃഷ്ടി 2-ാം ഭാവരാശിയിലും 4-ാം ഭാവരാശിയിലൊക്കെ ഉണ്ട്. അപ്പോൾ കുടുംബസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നത് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വന്നാലും അതൊക്കെ നിയന്ത്രിച്ചു പോകാൻ സഹായകമാകും. ജനുവരി 6, 7, 10, 11, 19, 20, 21 ഈ തീയതികൾ പ്രത്യേകിച്ച് തുലാക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കണം. അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും തുടക്കങ്ങൾ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് ഇതൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അത്തരം തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ പറഞ്ഞതെല്ലാം തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ഫലമാണ്. അപ്പം തുലാക്കൂറിൽപ്പെടുന്ന ചിലർക്ക് മാത്രമേ തുലാ ലഗ്നം വരികയുള്ളൂ. മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം. അപ്പോൾ വ്യത്യസ്ത ലഗ്നരാശിയിൽ വരുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ കമ്പൈൻ ചെയ്ത് കേൾക്കുന്നത് നമുക്ക് ജനുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുന്നതിന് സഹായകമാകും. മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ്. അതുകൊണ്ട് ലഗ്നഫലം കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.